ഹലോ ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഞാനിന്ന് വന്നിട്ടുള്ളത് കുബൂസ് കൊണ്ടാണ് കേട്ടോ. അപ്പോൾ 2 കുബൂസ് ബാക്കി ഉണ്ടായിന്. അത് വെച്ചിട്ട് നമുക്ക് നല്ല അടിപൊളി ഒരു കുബൂസ് കേക്ക് ഉണ്ടാക്കാനായിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മളെ കുബൂസ് ആയാലും ചപ്പാത്തി ആയാലും പൊറോട്ട ആയാലും എന്ത് ബാക്കി ഉണ്ടെങ്കിലും ഇതേപോലെ നിങ്ങൾ ചെയ്ത് നോക്കാനായിട്ട് നോക്കാം. നല്ല ടേസ്റ്റിയാണ്, നല്ല വെറൈറ്റിയാണ് കേട്ടോ, നല്ല സോഫ്റ്റാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അതിനാവശ്യമായിട്ട് ഇതേപോലെ 2 കുബൂസാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അടുത്ത് കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് എടുക്കുക. അപ്പോൾ കൂടുതൽ ഇൻഗ്രീഡിയൻസ് എല്ലാം എടുക്കാനായിട്ട് നോക്കുക. അപ്പോൾ ഞാൻ 2 കുബൂസ് എടുത്തിട്ടുണ്ട്. ഇതിന് പകരം ചപ്പാത്തി പൊറോട്ട എന്തായാലും കുഴപ്പമില്ല. അതേപോലെ എടുത്തതിന് ശേഷം നമുക്ക് തയ്യാറാക്കാനായിട്ട് നോക്കണം. ഞാൻ ഇതേപോലെ ഒരു പാത്രമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മളെ എന്താണ് എടുക്കുന്നത് അതിന് കണക്കായിട്ടുള്ള ഒരു കുടുങ്ങിയ പാത്രം, കുറച്ചുകൂടി വീതി കുറഞ്ഞ പാത്രം എടുക്കാനായിട്ട് നോക്കാം. അപ്പോൾ നമുക്ക് ഫുള്ളായിട്ട് സെറ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ കുബൂസ് കുറച്ച് ചെറുതായത് കൊണ്ട് തന്നെ ഇതിൽ നമുക്ക് കണക്കായിട്ട് സെറ്റായിട്ട് നിൽക്കില്ല. അപ്പം പൊറോട്ടക്കെല്ലാം ഈ ഒരു പാത്രം കണക്കാണ്. അപ്പോൾ ഇതിലും ചെറുതുണ്ടെങ്കിൽ എടുക്കാനായിട്ട് നോക്കാം. വലിയ കുബൂസ് ആണെങ്കിൽ കുഴപ്പമില്ല. ഇതേപോലെ നമുക്ക് ഇതിലേക്ക് എണ്ണ ഒന്ന് തടവി കൊടുക്കണം. അത് നെയ്യായാലും ബട്ടർ ആയാലും എന്തായാലും കുഴപ്പമില്ല. അതുപോലെ തടവി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഞാനൊരു കുബൂസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. കുബൂസ് വെച്ച് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ചീസാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ചീസ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, ചീസ് ഉണ്ടാകുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് കൂടുതലാണ്. ചീസ് കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു തക്കാളി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിലത്തെ കുരുവൊക്കെ കളഞ്ഞ് ചെറുതായിട്ട് കട്ടാക്കിയതാണ്. തക്കാളി ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു ക്യാരറ്റ് ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ടത് അതുകൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ അതും ഇതേപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളിത് ഒന്ന് സെറ്റാക്കി എല്ലാം എത്തിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം ക്യാപ്സിക്കാണ് ഇട്ട് കൊടുക്കുന്നത്. ക്യാപ്സിക്കം കുറച്ച് കൂടുതലായിട്ട് ഇട്ട് കൊടുക്കാനായിട്ട് നോക്കാം കേട്ടോ. ക്യാപ്സിക്കം നല്ലൊരു ടേസ്റ്റിയാണ്. ഇതേപോലെ ഒരു ക്യാപ്സിക്കം ഇതേപോലെ ചെറുതായിട്ട് കട്ടാക്കി ഇട്ടതാണ്. ഉള്ളിലത്തെ കുരു കളഞ്ഞിട്ട് വേണം ഇടാനായിട്ട് കേട്ടോ. ഇതും ഒന്ന് സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. ഇത് ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് ചെറിയ കഷ്ണം ഉള്ളി, പകുതി ഉള്ളി മാത്രമേ ആവശ്യമുള്ളൂ. പകുതി ഉള്ളിയും ഇതേപോലെ മുറിച്ചിട്ട് കൊടുക്കുക. ഉള്ളി ഇട്ട് കൊടുത്തതിന് ശേഷം എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കുക. അപ്പം മക്കൾക്കാണെങ്കിൽ പച്ചമുളക് ഒഴിവാക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്കാണെങ്കിൽ ആർക്കാലും പച്ചമുളക് ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉപ്പ് കൂടി പോകാനായിട്ട് പാടില്ല. ഇതിലേക്കുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് അടുത്തതായിട്ട് ഇതിലേക്ക് വേണ്ടത് 2 മുട്ടയാണ്. മുട്ട എന്തായാലും ഇത് ചേർത്ത് കൊടുക്കണേ. അപ്പോൾ 2 മുട്ട ഇതേപോലെ ഇതിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുക. അപ്പം നമ്മൾ മുട്ട ഒഴിക്കുന്ന സമയത്ത് എപ്പോഴും നമ്മൾ മുട്ട എടുക്കുന്ന സമയത്ത് നന്നായിട്ട് മുട്ട കഴുകിയിട്ട് മാത്രമേ യൂസ് ആക്കാനായിട്ട് പാടുള്ളൂ കേട്ടോ. നമ്മളിപ്പം മുട്ടേൻ്റെ ഉള്ളിലുള്ള ഇതെല്ലാം എടുക്കുന്നുള്ളൂ എന്ന് വെച്ചിട്ട് മുട്ട കഴുകാതെ ഉപയോഗിക്കാൻ പാടില്ല. അപ്പം നമ്മൾ ഈ ഒരു മുട്ട കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണേ. ഇതേപോലെ ആ ഒരു ഉപ്പ് ഇതിലേക്ക് പിടിക്കുന്ന രൂപത്തിൽ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ ഇത് നമ്മൾ ഈ പാത്രത്തിൽ ചുറ്റും ഈ ഒരു മുട്ടയും ഈ ഒരു വെജിറ്റബിളും കൂടി നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. ഇതേപോലെ സെറ്റാക്കിയിട്ട് കുറച്ചൊന്ന് സ്പൂൺ വെച്ചിട്ട് നമ്മളൊന്ന് പ്രസ്സാക്കി കൊടുത്താൽ മതി കേട്ടോ. എല്ലാം ഒന്ന് അതിലേക്ക് സെറ്റായി വരാൻ വേണ്ടിയിട്ട്. അതിൻ്റെ മുകളിലായിട്ട് ഒരു ചീസ് കൂടി ഞാൻ ഇതേപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചീസ് കൂടി ഇട്ട് കൊടുത്ത ശേഷം മുകളിലായിട്ട് ബാക്കി വന്ന ആ ഒരു കുബൂസ് കൂടി വെച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇതേപോലെ പ്രസ്സാക്കി കൊടുക്കുക. നന്നായിട്ട് കൈ വെച്ചിട്ടായാലും സ്പൂൺ വെച്ചിട്ടായാലും ഇതിലേക്ക് നന്നായിട്ടൊന്ന് സെറ്റാക്കി കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് 15 മിനിറ്റ് അടച്ച് വേവിക്കണം. 10-15 മിനിറ്റ് കേട്ടോ. 10 മിനിറ്റോ അല്ല 15 മിനിറ്റോ ചെറു തീയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് മാത്രമേ ഇത് വേവിക്കാൻ പാടുള്ളൂ. ഓൾറെഡി ഇത് കുബൂസ് വെന്തതാണല്ലോ. അപ്പോൾ അതിൻ്റെ ഉള്ള വെജിറ്റബിൾസ് മാത്രമേ വേവേണ്ട ആവശ്യമുള്ളൂ. ഞാൻ ഇതേപോലെ 2 ഭാഗവും കൂടി 15 മിനിറ്റിൻ്റെ ഉള്ളിൽ 2 ഭാഗം തിരിച്ചും മറിച്ചിട്ട് വേവിച്ചെടുത്തതാണ്. ഒരു 5-6 മിനിറ്റ് ആകുന്ന സമയത്ത് നിങ്ങൾ വീണ്ടും തിരിച്ചിട്ടൊന്ന് കൊടുത്തിട്ട് മറ്റേ ഭാഗം കൂടി ഒന്ന് വേവിച്ചെടുത്താൽ മതി. നല്ല സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മൾ അടിപൊളി വെജിറ്റബിൾ കുബൂസ് കേക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ ആയാലും വൈകുന്നേരം ആയാലും എപ്പോഴും കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റിയാണ്, നല്ല ഹെൽത്തിയാണ്. അപ്പോൾ പൊറോട്ട, ചപ്പാത്തി, കുബൂസ് എന്ത് ബാക്കിയുണ്ടെങ്കിലും നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്യാനായിട്ട് നോക്കാം. ഇതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ചിക്കനോ മട്ടനോ ബീഫോ എന്തായാലും അതും കൂടി ഇട്ട് കൊടുത്താൽ ടേസ്റ്റ് കൂടുതലായിരിക്കും. അപ്പോൾ വെജിറ്റബിൾ മാത്രം കഴിക്കുന്നവർക്ക് ഇത് ബെസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ചൂട് തണിഞ്ഞതിന് ശേഷം ആയാലും ചൂടോടുകൂടി ആയാലും കഴിക്കാനായിട്ട് നല്ല സൂപ്പറാണ് കേട്ടോ. നല്ല സോഫ്റ്റാണ്, അത്രയും സോഫ്റ്റാണ്. അപ്പോൾ ഞാൻ ഇതൊന്ന് മുറിച്ച് കാണിക്കുന്നുണ്ട്. ചൂടോടുകൂടി മുറിച്ചതുകൊണ്ട് തന്നെ എല്ലാം ഇതേപോലെ വിട്ട് പോയിട്ടുണ്ട് കേട്ടോ. എന്നാലും നല്ല ടേസ്റ്റിയാണ്. വെജിറ്റബിളാണ്. ചിക്കനും മട്ടനും ഒന്നും കഴിക്കാത്തവർക്ക് നല്ലൊരു അടിപൊളി ഒരു സ്നാക്സാണ് ഇത് കേട്ടോ.
അപ്പം ഈ ഒരു വെറൈറ്റി പലഹാരം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കാനായിട്ട് നോക്കുക. കുറഞ്ഞ ചേരുവകൾ വെച്ച് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി ഒരു കേക്കാണ് കേട്ടോ. അപ്പം വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇത് എല്ലാവരുടെയും ഇത് നല്ലതായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് കൈകൊണ്ട് തൊടാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ ഇതേപോലെ സ്പൂണും കൊണ്ട് എടുത്ത് കാണിക്കുന്നത്, നല്ല ചൂടുള്ളത് കൊണ്ട്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കാനായിട്ട് നോക്കുക. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.